7-8 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇന്ന് അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നു. ഇന്നൊരു സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നു. ഇന്ന് അദ്ദേഹം വേദി പങ്കിടുന്നത് the one and only legendary കമൽ ഹസൻ സാറിന്റെ കൂടെ. സിനിമയുടെ പേര് തഗ് ലൈഫ്, നായകന്റെ പേര് കമൽ ഹസൻ. ഞാൻ പറഞ്ഞ നായകന്റെ പേര് ജോജോ ജോർജ്. ഏതൊരു സിനിമാ പ്രേമിയും ആഗ്രഹിക്കുന്ന ഒരു വളർച്ച, ഒരു സാധാരണ സിനിമാ പ്രേമി എന്നുള്ള നിലയിൽ സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ഈ ചെന്നൈയുടെ one of the main most സിനിമയിലെ തന്നെ one of the major കഥാപാത്രത്തോടുകൂടി തഗ് ലൈഫ് മൂവി പ്രൊമോഷൻസിലേക്ക് ജോർജ് ചേട്ടനുക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളിൽ ഒരാളാണെന്ന് പറയാം. സംഭവം ഇതൊരു കുളിര് പോരുന്ന പരിപാടിയാണ്. കാരണം നമ്മളവിടെ ഇരിക്കുമ്പോൾ നമ്മളെ ഇങ്ങനെ പൊക്കി പറയാ, നമ്മുടെ ജീവിതം പറയാ, അത് കേൾക്കുക, അത് ആരുടെ മുന്നിൽ വെച്ചാ കമൽ സാർ ഇത് എന്താ പറയാ, എനിക്ക് നമ്മള് കല്യാണത്തിൽ നിന്ന് നമ്മളൊരു ഉത്സവ കമ്മിറ്റി ഉണ്ടാവില്ലേ, കല്യാണത്തിന്റെ തലേ ദിവസം കൂടുന്നൊരു കമ്മിറ്റി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സന്തോഷത്തിന്റെ മൂടെ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ സിനിമ റിലീസാവും, ഈ തഗ് ലൈഫ് റിലീസിന് മുമ്പുള്ള എൻ്റെ ഒരു ഈ ഗ്യാതറിങ്ങും കാര്യങ്ങളെല്ലാം ഒരുപാട് സന്തോഷമാണ്. ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം, അംഗീകാരം, എന്താ പറയുക, ഭയങ്കര സന്തോഷം, സ്നേഹം. താങ്ക് യു സോ മച്ച് കമൽ സാർ. ഞാൻ എന്താ സാറിനോട് പറയുന്നതല്ല, കാരണം ഞാൻ 125ഓളം ചെറിയ വേഷങ്ങൾ തുടങ്ങി 125ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു മിനിറ്റാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് അഭിനയിച്ച് ശരിയാവാതെയാണ് ഞാൻ തുടങ്ങിയത്. പഠിച്ച് 2010 2010 ആദ്യമായിട്ട് നിനക്കത് ട്രൈ ചെയ്യാം എന്നൊരാൾ പറയുന്നത്. 2013 ഒരു ക്യാരക്ടർ കിട്ടി. 2018 ജോസഫ് എന്നുള്ളൊരു സിനിമ സംഭവിച്ചു. പിന്നെ കഴിഞ്ഞ വർഷം പണി എന്നുള്ളൊരു പടം ഡയറക്റ്റ് ചെയ്തു. പക്ഷേ ഞാൻ തുറന്നു പറയാം, നമ്മളിങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് എന്നോട് ആരെങ്കിലും കൊള്ളാടാന്ന് പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഒരു അപ്രീസിയേഷൻ കിട്ടണമെന്ന് കൊതിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ആഗ്രഹിച്ച രീതിയിൽ കിട്ടാതിരുന്നപ്പോൾ ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട്, എൻ്റെ മനസ്സിൽ മുറിവുണ്ടായിട്ടുണ്ട്. അത് ഒറ്റ ദിവസം കൊണ്ട് അതെൻ്റെ മനസ്സ് നിറഞ്ഞു, പൂർണ്ണമായി ഞാൻ സന്തോഷവാനായി. അത് കമൽ സാർ എനിക്ക് തന്ന ബ്ലെസ്സിംഗ് ആണ്. ഒരു ചെറിയ വാക്കാണ്, എൻ്റെ പോലെ വളർന്നു വരുന്ന കലാകാരന്മാരെ കുറിച്ച് പറഞ്ഞ ഒരു വാക്കാണ്, നീ നല്ലൊരു നടനാണെന്നുള്ളത്. അത് ചെറിയ വാക്കല്ല, അതാര് പറയുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോൾ അത് ഒരുപാട് പേര് പറഞ്ഞു, മലയാളികളായിട്ടുള്ളവർക്ക് അഭിമാനം തോന്നിയത്. ഞാനൊരു മലയാളിയാണ്. ആ മലയാളികളുടെ കൂടെ എല്ലാവരോടും ചേർന്ന് താങ്ക് യു പറയുന്നു. വളർന്നു വരുന്ന കലാകാരന്മാരോട് സീനിയേഴ്സ് കാണിക്കുന്ന ഈ ഒരു സ്നേഹം എന്നും നമ്മുടെ മലയാള സിനിമ, ലോക സിനിമയിൽ തന്നെ നിലനിൽക്കട്ടെ. ഇതൊരു എനിക്ക് കിട്ടിയൊരു അനുഗ്രഹവും അതിന്റെ സന്തോഷവും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്താണ്. താങ്ക് യു സോ മച്ച്. ഒരു ചോദ്യം ആക്ച്വലി ചോദിക്കാതെ വയ്യ. നല്ല ആങ്കറിംഗ് ആണ്, ഭയങ്കര രസമായിട്ട് ചെയ്തു. എന്റെ ജീവിതം എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, സോ നമ്മൾ ഓരോരുത്തരിൽ നിന്നും ഓരോ കാര്യം പഠിക്കാറുണ്ടല്ലോ. കമൽ സാറുമായിട്ട് വർക്ക് ചെയ്തപ്പോ ജീവിതത്തിലേക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പാഠം അതെന്തായിരുന്നു? പഠനം. ഒരുപാട് പാഠങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ ഒരു സിനിമാ ലൊക്കേഷനിൽ ഞാൻ പൃഥ്വിരാജിന്റെ സിനിമയിലാണ്, ഫസ്റ്റ് സിനിമയിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കരഞ്ഞ അഭിനയിക്കുന്നത്. എൻ്റെ കരച്ചിൽ ശരിയാവാനുള്ള ഇപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ വന്നിട്ട് മേലെ തെറ്റിട്ട് പറഞ്ഞു, ചേട്ടാ മതി, നമുക്ക് വേറെ നോക്കാന്ന് പറഞ്ഞിട്ട് എൻ്റെ അസിസ്റ്റന്റായിട്ട് അഭിനയിക്കാൻ വന്ന ആളെ ആ ക്യാരക്ടർ അഭിനയിപ്പിച്ചു. ഞാൻ പുറത്തുപോയി. ഇൻസൾട്ട് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ എനിക്ക് ഇൻസൾട്ട് അല്ലായിരുന്നു. ഞാൻ പോണ വഴിക്ക് ചിന്തിച്ചത് ഞാൻ ചെയ്തത് ശരിയാവാത്തോണ്ടാണ് അവരെന്നെ പറഞ്ഞു വിട്ടത്. അന്ന് മുതൽ ഇങ്ങോട്ട് പഠനമല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് വേറെ ഒന്നും അറിയത്തുമില്ല. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു നടൻ എവിടം വരെ ഉയരാമെന്നുള്ളതിൻ്റെയും അദ്ദേഹം ചെയ്ത ഒരു സിനിമയുടെ ഒരു സർക്കിൾ വരച്ചാൽ കമൽ സാർ എഴുതിയ സ്ക്രിപ്റ്റുകൾ, കമൽ സാർ എഴുതിയിട്ടുള്ള വേഷങ്ങൾ. ഇപ്പൊ ഇരട്ടയുടെ കാര്യം പറയുമ്പോൾ ഞാൻ ഒരു വേഷം ചെയ്തപ്പോൾ തന്നെ എൻ്റെ അണ്ടളായി. വളരെ പറയാമല്ലോ, ഒരു പടം ഞാൻ ചെയ്തുള്ളൂ, പക്ഷെ അതില് ഭയങ്കര പാടാതെ ചെയ്യാനായിട്ട്. പക്ഷെ സാറ് 39ഓളം വേഷങ്ങൾ, പല പല രീതിയിൽ ചെയ്ത ആളാണ്. അപ്പൊ ആ പഠനം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സാറിന്റെ പഠനം ഇപ്പോഴും സാറ് അത് എൻജോയ് ചെയ്യുന്നതും ഇതും. അപ്പൊ നമ്മൾ ആരായാലും നമുക്ക് എന്തും എല്ലാം പോസിബിൾ ആണ്. പക്ഷെ
നമ്മളുടെ പഠനം എന്ന് പറയുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും അത് വേണം. നമ്മുടെ അപ്ഗ്രേഡേഷൻ അത് സാറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള സാറിനെ നോക്കി കാണുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടി സാറും പഠിക്കുന്നു. സാറ് പറയുന്നത് സാറ് സ്റ്റുഡൻ്റാണെന്നാണ്. അതുപോലെ ഇങ്ങനെയൊക്കെ സ്റ്റുഡൻസ് ഉണ്ടാവും. ഇത് അതുപോലെ തന്നെ ഫസ്റ്റ് കമൽ സാറുമായിട്ട് ഈ സിനിമയിലുള്ള ഫസ്റ്റ് ഷോട്ട് ആ ഒരു മെമ്മറി എന്തെങ്കിലും ജസ്റ്റ് ഷെയർ ചെയ്യാനുണ്ടോ? ലൈക്ക് ആദ്യമായിട്ട് കമൽ സാറിന്റെ കൂടെ അഭിനയിക്കുന്നത്. പിന്നെ കമൽ സാറിനെ ഞാൻ കാണുന്നത് വെച്ചിട്ടുള്ള എനിക്ക് സൂപ്പർ സ്റ്റാർസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. മമ്മൂക്ക, ലാലേട്ടൻ നമ്മുടെ സൂപ്പർ സ്റ്റാർസ് ആണ്, നോ ഡൗട്ട്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അവരെ ഞാൻ കണ്ടു, പരിചയപ്പെട്ടു, അഭിനയിച്ചു. അതിനുശേഷം എനിക്ക് കാണാൻ ആഗ്രഹമുള്ള രണ്ടുപേരൊന്ന് കമൽ സാറും ഒന്ന് ഷാറുഖ് ഖാനുമാണ്. ഇദ്ദേഹത്തിന് കാണാൻ പറ്റിയിട്ടില്ല, ഷാറുഖ് ഖാൻ. അപ്പോൾ കമൽ സാറിനെ ഞാൻ പൊന്നിയിൽ സെൽവന്റെ ഒരു ഫംഗ്ഷൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പോയി. അപ്പോൾ എനിക്ക് മാത്രം സാറിനോട് ഷെയ്ക്കാൻ കൊടുക്കാൻ പറ്റിയില്ല, ഒന്ന് മിണ്ടാൻ പറ്റിയില്ല. അപ്പം വളരെ സങ്കടമായിരുന്നു. അത് കഴിഞ്ഞ് ഈ സിനിമ കിട്ടി എനിക്ക്. സിനിമയിൽ അഭിനയിക്കാൻ ഞാൻ എൻ്റെ റിഹേഴ്സൽ ചെയ്തു, ഡയലോഗൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളെ വിളിച്ചിരിക്കുമ്പോൾ നമ്മൾ നന്നായി അഭിനയിച്ച് കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു കമൽ സാറിൻ്റെ പൊസിഷനിലിരുന്നത്. അപ്പം ഞാൻ ടേക്കിന് തൊട്ട് മുമ്പത്തെ റിഹേഴ്സലിന് എനിക്കറിയില്ല പുള്ളി ബാക്കിൽ വന്നത്. ഞാനിങ്ങനെ റിഹേഴ്സലിൽ എൻ്റെ ഡയലോഗ് പറഞ്ഞ സമയത്ത് ബാക്കിൽ നിന്ന് നമ്മൾ കേട്ടുള്ള ആരംഭിക്കലാമടാ അങ്ങനത്തെ ഒരു സൗണ്ടിൽ ഞാനൊരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അതാ നിൽക്കുന്നു മുതല്. ഓ അമ്മോ, ഞാൻ വിറച്ചു പോയെന്ന് മാത്രമല്ല, എൻ്റെ ആ 2 പ്രാവശ്യം എനിക്ക് ചെയ്ത് ശരിയായില്ല. പിന്നെ ഒന്നും ബാലൻസ് കിട്ടിയിട്ടാണ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ആദ്യ കൂടിക്കാഴ്ച എൻ്റെ മനസ്സിലുള്ളത് കമൽ സാറിനെ കുറിച്ചിട്ട്. അതിപ്പോ ചോദിച്ചോട്ടെ, ഒരു 2 പേര് ചോദിച്ചോട്ടിൽ നിന്നെങ്കിലും ഒരു നമ്മുടെ ഇവർക്കൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. അറിയുന്നുണ്ട്, പാട്ട് 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 എന്ന് പറയുന്നുണ്ട്. യെസ്, മലയാളം പാട്ടല്ലേ? മലയാളം തമിഴായാലും നമ്മൾ ഇവിടെ എന്താ പോകില്ലേ? അല്ല, എനിക്ക് വലിയ ചോദ്യമൊന്നുമില്ല. എനിക്ക് ആ ഒരു പാട്ട് അറിയുള്ളൂ. പക്ഷെ ഞാനിപ്പോ ഒരു തമിഴ് പാട്ട് വെറുതെ ട്രൈ ചെയ്യാം. വലിയ എയിമൊന്നും ഉണ്ടാവില്ല. എനിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തത്. വായ്പേസിടും പുല്ലാങ്കുഴൽ നീതാനൊരു പൂവിൻ മടൽ പൂവേ പൂവേ ഉൻ വാസം വരും വാസൽ എൻ വാസൽ ഉൻ പൂവാവനം വായ്പേസിടും പുല്ലാങ്കുഴൽ നീതാനൊരു പൂവിൻ മടൽ. താങ്ക് യു സോ മച്ച് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. പിന്നെ കമൽ സാറിന് ഇടയ്ക്ക് പറയാണ് ഇനി മലയാളത്തിലൊന്നും കിട്ടില്ല, ഇനി ചെന്നൈയിലേക്കൊക്കെയാണ്, അങ്ങോട്ടേക്കൊക്കെയാണ്. ഇടയ്ക്ക് മലയാള സിനിമകൾ നോക്കട്ടെ. ഒരു ഗംഭീര ഗായകി for that wonderful artist, Sri Jojo George. അടുത്തതായി നമ്മൾ ഒരു ഡാൻസ് പെർഫോമൻസിലേക്ക് പോവുകയാണ്. And that too from 2 അടിപൊളി track from this movie Thug Life. ഇതിന്റെ main attraction is in the music done by